പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് +1 സ്റ്റേറ്റിനും CBSEക്കും ഉള്ള ഒരു ചാപ്റ്ററാണല്ലോ ഫൈനൽ അക്കൗണ്ട്. അപ്പൊ ആ ഫൈനൽ അക്കൗണ്ടിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ ഒരു കണക്ക് ചെയ്യാണ്. അപ്പൊ ഏതൊക്കെ ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതും ബാലൻസ് ഷീറ്റിൽ വരുന്നതും നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ട്രയൽ ബാലൻസും അതിലൊരു 4 അഡ്ജസ്റ്റ്മെന്റും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് കണക്ക് ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 16 അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കതിന്റെ ഒരു 4 അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഇന്നത്തെ കണക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ PK ലാസറുടെ ടെക്സ്റ്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അത് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38 ആണ്. ടെക്സ്റ്റില് എന്റെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റിലെ പേജ് നമ്പർ 344 ആണ് പേജ് നമ്പർ. ക്വസ്റ്റ്യനിൽ ആദ്യം ക്യാപിറ്റൽ ആണ് കേട്ടോ. ഞാനിപ്പോ ഇവിടെ ബാങ്ക് ലോണും ക്യാഷും മുകളിൽ എഴുതിയത് ഇവിടെ എഴുതി വന്നപ്പോ സ്ഥലം തികയാതെ വന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ക്വസ്റ്റ്യനിൽ ആദ്യം ക്യാപിറ്റൽ ആണ് കിടക്കുന്നത്. ക്യാപിറ്റല്, അത് കഴിഞ്ഞ ഡ്രോയിങ്സ്, അങ്ങനെയാണ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ കേട്ടോ. എക്സസൈസ് ആണ് 38 ക്വസ്റ്റ്യൻ നമ്പർ. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, ഇങ്ങനെ 3 വിഭാഗമായിട്ടാണ് ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, റിട്ടേൺസ് ഉണ്ടെങ്കിൽ പർച്ചേസിൽ നിന്ന് റിട്ടേൺസ് കുറയ്ക്കണം. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് സെയിൽസിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. അതിനുശേഷം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ എഴുതും. അങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എഴുതുന്നത്. അപ്പൊ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നമുക്കൊരു കാര്യം ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കി ടിക്കിട്ട് ഏതാണെന്നുള്ളത് അങ്ങോട്ട് എഴുതി പോയാൽ സമയം അത് അധികം നിങ്ങൾക്ക് എടുക്കില്ല ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതില് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം, ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ആണ്. അതുപോലെ തന്നെ സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ആണ്. പിന്നെ ഇതിൽ വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം റിട്ടേൺസ് ഇൻവേർഡ്സും ഔട്ട്വേർഡ്സും നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. ക്യാരേജ് ഇൻവേർഡ്സ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. ഫോർമാറ്റിൽ പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക്. വേജസ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അപ്പൊ ഇത്രയും ഐറ്റമാണ് ട്രയൽ ബാലൻസിൽ നിന്ന് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം നമ്മൾ എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് വച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്നത് 6900 ആണ്. 6900 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുന്നത് പർച്ചേസസ് ആണ്. പർച്ചേസസ് 20800 ആണ് തന്നിരിക്കുന്നത്. ഈ പർച്ചേസിന് റിട്ടേൺസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തെറ്റിക്കാതിരിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. പർച്ചേസസ് ഡെബിറ്റിലല്ലേ കിടക്കണേ, നോക്കി 20800. അതിന്റെ റിട്ടേൺസ് എപ്പോഴും ഇവിടെ വരുള്ളൂ, ക്രെഡിറ്റിലേ വരുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ പർച്ചേസ് റിട്ടേൺസ് തന്നില്ല, റിട്ടേൺ ഔട്ട്വേർഡ്സ് തരാതെ റിട്ടേൺസ് മാത്രം ചിലപ്പോ തന്ന മക്കൾ ഓർത്ത് വെക്കുക, പർച്ചേസിന്റെ റിട്ടേൺസ് ക്രെഡിറ്റിലും സെയിൽസിന്റെ റിട്ടേൺസ് ഡെബിറ്റിലുമായിരിക്കും. അപ്പൊ നമ്മള് പർച്ചേസസ് ആണ് നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ എഴുതുന്നത്. പർച്ചേസസ് 20800 നമ്മൾ ഇന്നർ കോളത്തിൽ ആദ്യം എഴുതണം. ഇതിന്ന് ലെസ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ്, പർച്ചേസിന്റെ ഔട്ട്, വാങ്ങിച്ചത് എന്തെങ്കിലും ക്വാളിറ്റിയിൽ കുറവുള്ളത് കൊണ്ടോ ഡാമേജ് ഉള്ളത് കൊണ്ടോ നമ്മൾ തിരിച്ചയക്കാണ്. അപ്പൊ ഓർത്ത് നോക്കിയേ, ബിസിനസ്സിലേക്ക് വന്ന സംഭവം ബിസിനസ്സിൽ നിന്ന് തിരിച്ചയക്കുമ്പോ ഔട്ടാണ്, പുറത്തേക്ക് പോകാണ്. കൺഫ്യൂഷൻ വരരുത്. ഔട്ട്വേർഡ്സ്, പർച്ചേസ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ് ആണ്. അപ്പൊ നമ്മൾ പർച്ചേസ് റിട്ടേൺസ് ഇതാണ് പർച്ചേസ് റിട്ടേൺസ്, അതായത് ഔട്ട്വേർഡ്സ്. അപ്പൊ നമ്മള് ആ 380 രൂപയാണ് നമുക്ക് ഔട്ട്വേർഡ്സ്, അല്ല 580 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ആ 580 നമ്മള് കുറച്ചിട്ട് വേണം ഔട്ടർ കോളത്തിലേക്ക് എഴുതാൻ. അപ്പൊ നമുക്ക് 20,220 കിട്ടും. 20,200, അതായത് 20,800 580 ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്.
8 10 അങ്ങനെയുണ്ട്, ഇഷ്ടം 6 10 അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് 20 220 നമുക്ക് കിട്ടി. പർച്ചേസ് റിട്ടേൺസ് കഴിച്ചിട്ട് നമുക്ക് 20,220 എന്ന് കിട്ടി. ഇനി അതിൽ വരുന്ന അടുത്ത ഐറ്റം സെയിൽസ് ഉണ്ട്. സെയിൽസ് ഇവിടെയാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം, ഫോർമാറ്റിൽ പറഞ്ഞു തന്നിരുന്നു. സെയിൽസ് എത്ര തന്നേക്കണെന്ന് നോക്കി, 27,500. നമ്മളിത് ഇന്നർ കോളത്തിൽ എഴുതാനുള്ള കാരണം സെയിൽസിനും നമുക്ക് റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം, സെയിൽസ് ക്രെഡിറ്റിലും സെയിൽസിന്റെ റിട്ടേൺസ് ഡെബിറ്റിലും ആയിരിക്കും എപ്പോഴും. അപ്പൊ ഇൻവേഡ്സ്, അതായത് വിറ്റത് തിരിച്ചു ബിസിനസ്സിലേക്ക് വന്നേക്കുന്നു. അപ്പൊ ഇന്നാണ്. അപ്പൊ ഇൻവേഡ്സ് 300. അപ്പൊ നമ്മള് സെയിൽസ് റിട്ടേൺസ് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പൊ മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസർ നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. അപ്പൊ നമുക്ക് 27,200 സെയിൽസ് കിട്ടി. അടുത്ത ഐറ്റം നമുക്ക് ഇനി ഇതിൽ നിന്ന് വരുന്നത് വേജസ് ആണ്. വേജസ് 325. ഈ വേജസ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇനി നമ്മൾ ഏത് ഐറ്റം എടുത്താലും നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകണം, അവിടെ ഉണ്ടോ നോക്കണം. അപ്പൊ വേജസിന് അഡ്ജസ്റ്റ്മെന്റിൽ നോക്കുമ്പോ വേജസിന് അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. വേജസിന് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളത് കൂട്ടി കാണിക്കണം. അപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് വേജസ് നമ്മൾ ഡയറക്റ്റ് ഇവിടേക്ക് എഴുതിയാൽ മതി. വേജസ് 325. അടുത്ത ഐറ്റം ക്യാരേജ് ഇൻവേഡ്സ് ആണ്. ക്യാരേജ് ഇൻവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ റോ മെറ്റീരിയൽസ് ഒക്കെ മേടിക്കില്ലേ, ബിസിനസ്സിലേക്ക് പ്രൊഡക്ഷന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ മേടിക്കുമ്പോഴേ അവിടെ നമ്മൾ കൊടുക്കുന്ന കൂലിയാണ്. മെറ്റീരിയൽസ് ഒക്കെ മേടിച്ച് കഴിയുമ്പോൾ ക്യാരേജ് ഇൻവേഡ്സ് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ക്യാരേജ് ഔട്ട്വേഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെയിൽസിന് വേണ്ടിയിട്ട് ഈ കൊടുക്കുന്ന ചുമട്ടുകൂലി അങ്ങനെ എന്തെങ്കിലും നമുക്ക് വണ്ടിയിൽ കയറ്റി കൊടുക്കാനും ഇങ്ങനെയൊക്കെ അവരുടെ എക്സ്പെൻസ് ആണ്. അത് നമ്മൾ P&L അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. രണ്ടും എക്സ്പെൻസ് ആണ്, ഡെബിറ്റേ ചെയ്യുള്ളൂ. അപ്പൊ ക്യാരേജ് ഇൻവേഡ്സ് നമ്മൾ എടുക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഇതിനൊരു വേറെ പേരുണ്ട്, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ യൂട്യൂബിൽ ചെറിയൊരു ഇതിൽ പറഞ്ഞിരുന്നു. ക്യാരേജ് ഇൻവേഡ്സിന്റെ മറ്റൊരു പേരാണ് ക്യാരേജ് ഓൺ പർച്ചേസസ്. അപ്പൊ ഓർത്ത് വെക്കണം, ഒട്ടുമിക്ക സംഭവത്തിന് 2 പേരുണ്ട്, അത് 2 മക്കൾ പഠിച്ചെടുക്കണം. അപ്പൊ ക്യാരേജ് ഇൻവേഡ്സിന്റെ വേറെ പേരാണ് ക്യാരേജ് ഓൺ പർച്ചേസ്. അപ്പൊ ഇവിടെ നമുക്ക് ക്യാരേജ് ഇൻവേഡ്സ് എന്നാണ് തന്നേക്കുന്നത്, അപ്പൊ അത് തന്നെ എഴുതാം. പർച്ചേസ് എന്നാണ് തരുന്നെങ്കിൽ നമുക്ക് ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് എഴുതാം. എമൗണ്ട് നമുക്ക് തന്നേക്കുന്നത് 400. ഇനി നമുക്കിവിടെ ഒന്നും ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റംസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം. അഡ്ജസ്റ്റ്മെന്റില് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എപ്പോഴും എഴുതുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഐറ്റവും നമ്മൾ എന്ത് ചെയ്യണം, 2 സ്ഥലത്ത് എടുക്കേണ്ട വരും. അഡ്ജസ്റ്റ്മെന്റിൽ ഏത് എമൗണ്ട് എടുത്താലും മക്കൾ ഓർത്ത് വെക്കാം, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വന്നേക്കുന്ന കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2 സ്ഥലത്തായി എമൗണ്ട് കാണിക്കേണ്ടി വരും. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ 2 സ്ഥലത്ത് നമ്മൾ ഇനി കാണിക്കും. ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് 9,500 നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും നമ്മൾ കാണിക്കും, ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിലും ഈ എമൗണ്ട് കാണിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ 9,500 നമ്മൾ ഇവിടെ എഴുതാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുന്നതല്ല. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇത്ര ഐറ്റം നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോ ക്രെഡിറ്റ് സൈഡ് എപ്പോഴും വലുത് വരണമെന്നില്ല. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തപ്പോ നമുക്ക് 36,700 കിട്ടി. ഇനി ഡെബിറ്റ് സൈഡ് 20, 220, 325, 400, പിന്നെ 6,900. ഇത്രയാണ് നമുക്ക് ഈ സൈഡിൽ വന്നേക്കണത്. അത് നമ്മൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, അപ്പൊ കുഴപ്പമില്ല. 2, 4, 9, 10, 7. ഈ സൈഡ് നമുക്ക് അതാണ് കിട്ടിയത്. നമ്മൾ മറ്റേ എമൗണ്ടിൽ നിന്ന് ഈ 27,845 നമ്മൾ കുറച്ച് നോക്കാം. ഇപ്പൊ 5, 88,55 നമുക്ക് കിട്ടും. ഈ സൈഡാണല്ലോ ചെറിയ എമൗണ്ട്. അപ്പൊ നമ്മള് ചെറിയ എമൗണ്ട് ഏത് സൈഡിലാണോ അവിടെ എഴുതണം. എവിടെയാണോ
അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും ഒരേ ലെവലില് വലിയ എമൗണ്ട് നമ്മൾ രണ്ട് സൈഡിലും ഒരേ ലെവലിൽ എഴുതാം. എന്നിട്ട് നമ്മൾ ഈ ബാലൻസിന്റെ താഴെ മക്കൾ ഓർത്ത് വെക്കാം, നമ്മൾ എഴുതുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡിഫറൻസ് എപ്പോഴും ഐദർ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഇൻകം കൂടി കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ്, എക്സ്പെൻസിന്റെ സൈഡാണ് കൂടിയതെങ്കിൽ നമ്മൾ ഇവിടെ ഗ്രോസ് ലോസ് എന്ന് എഴുതിയേനെ. അപ്പൊ നമുക്കിപ്പോ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ P&L അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് വെച്ചാണ്. അപ്പൊ ഈ ഗ്രോസ് പ്രോഫിറ്റ് വെച്ച് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ ക്യാരി ഡൗൺ ആണ്, ഇവിടെ നമ്മൾ ബ്രോ ഡൗൺ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് ആ എമൗണ്ട് എഴുതി. ഇത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പലപ്പോഴും കുട്ടികളെ തെറ്റിക്കുന്ന ഒരു സംഭവമാണ് ഇത് എഴുതുമ്പോഴേ. ഈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ എഴുതുന്നത്. അത് ഓർത്ത് വെക്കാം, ഇവിടേക്കാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ സംഭവം ആദ്യം മുതൽ നോക്കാം. ഇവിടെ വന്നേക്കണത് ക്രെഡിറ്റേഴ്സ്, റെന്റ് ഉണ്ട്. റെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ആണ്. ഡിസ്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ട്രാവലിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ബാഡപ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പിന്നെ ക്യാരേജ് ഔട്ട്വേർഡ്സ് അല്ല ഇവിടെ തന്നേക്കണേ, സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ക്യാരേജ് ഔട്ട്വേർഡ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇത്ര ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്ന ഐറ്റം ആണ്. അപ്പൊ നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ഇത്രയും സ്ഥലം മതിയാകില്ല. അപ്പൊ നമുക്ക് ഇത് മാച്ചിട്ട് ചെയ്തു തുടങ്ങാം. അല്ലെങ്കിൽ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഐറ്റം നോക്കാം. റെന്റ് ആണ്. റെന്റിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നോക്കി, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കേണ്ടതാ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത്. ഈ കൊല്ലം കൊടുക്കേണ്ട റെന്റ് ഈ കൊല്ലം കൊടുത്തിട്ടില്ല, കഴിഞ്ഞ കൊല്ലം കൊടുക്കേണ്ട റെന്റ് കഴിഞ്ഞ കൊല്ലം കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുക്കേണ്ട പീരീഡിൽ കൊടുക്കാത്തതിനാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ്ങിന് വേറെ പേരുണ്ട്, അൺപെയ്ഡ്. ചിലപ്പോൾ മക്കളോട് പറയുന്നത് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്നായിരിക്കും. അതും ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ മറ്റൊരു പേരാണ്. കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എപ്പോഴും നമ്മൾ അതാത് ഐറ്റത്തിന്റെ കൂടെ കൂട്ടിക്കാണിക്കണം. ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി ആയിട്ട് എഴുതണം. കാരണം എന്താ, കൊടുക്കാനുള്ളത് ലയബിലിറ്റി ആണ്. നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ബാധ്യതയാണ്. അപ്പൊ റെന്റിന് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നേക്കണ ട്രയൽ ബാലൻസിലെ റെന്റ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ടു റെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന റെന്റ് നമ്മൾ ആദ്യം എഴുതാം. അതിനുശേഷം നമ്മൾ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന 300 അത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് എഴുതും. റെന്റ് 1300. ഇനി അടുത്തത് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. കണ്ടോ, ഡിസ്കൗണ്ട് ഇവിടെയും തരാം ഇവിടെയും തരാം. ഡെബിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ആണ്, ക്രെഡിറ്റ് തന്നാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അപ്പൊ ക്രെഡിറ്റ് തന്നാൽ നമ്മൾ ക്രെഡിറ്റിലേ എഴുതാവൂ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാം ഡിസ്കൗണ്ട് എമൗണ്ട് 270. അടുത്ത ഐറ്റം ട്രാവലിംഗ് എക്സ്പെൻസസ്. അത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ആണ്. അപ്പൊ അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കാം, ഇല്ല. അപ്പൊ നമുക്കത് ഇവിടേക്ക് എഴുതാം ട്രാവലിംഗ് എക്സ്പെൻസസ്. ട്രാവലിംഗ് എക്സ്പെൻസസ് നമുക്ക് തന്നേക്കണത് 650. പിന്നെ നമുക്ക് വന്നേക്കുന്നത് ബാഡപ്സ്. ബാഡപ്സ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം. ബാഡപ്സിന് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അതുപോലെ പതുക്കെ പഠിക്കാം. നമുക്ക് കിട്ടാക്കടം, അതായത് ബിസിനസ് പലർക്കും കടമായിട്ട് വിറ്റിട്ട് പൈസ തരാതെ മുടക്ക് വരുത്തിയിരിക്കുന്നവര്, അത് ബിസിനസിന് ലോസ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ അത് ഡെബിറ്റ് ചെയ്യും. ഇതിന് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ഇത് ഫസ്റ്റ് കണക്കല്ലേ, പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാ അഡ്ജസ്റ്റ്മെന്റും പറയുമ്പോൾ ഡൗട്ട് വരും. അതുകൊണ്ട് നമുക്ക് പതുക്കെ പഠിച്ചു പോകാം. അപ്പൊ ബാഡപ്സ് 620. ഇനി നമുക്ക് ഇതിൽ വരുന്നത് സാലറി വരും 1900. സാലറിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മള് സാലറി, ഞാനിപ്പോ ഇത് മാച്ചിട്ട് ഇനി മുകളിൽ എഴുതാം.
അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഞാനിപ്പോ അവിടെ ആദ്യം എഴുതിയത് ഞാനൊന്ന് മുകളിലേക്ക് എഴുതി വെച്ചാൽ നമുക്കിതെല്ലാം എഴുതി വരുമ്പോൾ സ്ഥലം തികയാതെ വരും. അപ്പൊ നമ്മൾ പറഞ്ഞത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എഴുതി, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, ഇത്രയും നമ്മൾ എഴുതി, ബാഡപ്സ് വരെ നമ്മൾ എഴുതി. ഇനി ബാഡപ്സ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സാലറിയാണ്. ബാഡപ്സ് കഴിഞ്ഞിട്ട് ക്യാരേജ് നമ്മൾ എടുത്ത്, ക്യാരേജ് ഇത് റിട്ടേൺ ഔട്ട്വേർഡ്സ് ആണ്. സാലറീസ് ആണ്. സാലറിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് സാലറി ഇന്നർ കോളത്തിൽ എഴുതണം. 1900 ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് 100 ഉണ്ട്. അപ്പൊ നമ്മളത് കൂട്ടിയിട്ട് വേണം ഇവിടേക്ക് എഴുതാനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതണം കേട്ടോ, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് 100 രൂപ ഇവിടെ എഴുതണം. അപ്പൊ ഈ 100 രൂപ നമ്മൾ എവിടെ വരണം? ഇനി 2 സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞില്ലേ? ഈ റെന്റിന്റെ 300ഉം സാലറിയുടെ 100ഉം നമുക്ക് ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റിയിലേക്ക് ഉള്ളതാണ് കേട്ടോ, മറക്കരുത്. ഇത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്, ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റിയിലും അത് കാണിക്കണം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐറ്റം നമുക്ക് തന്നേക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരാം. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഡെബിറ്റിൽ എഴുതാനുള്ള കാരണം ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് നമുക്ക് ഡെബിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ഡെബിറ്റിൽ കൊടുത്തു. പിന്നെ ക്യാരേജ് ഔട്ട്വേർഡ്സ് ഉണ്ട് 700. ക്യാരേജ് ഔട്ട്വേർഡ്സ് 700. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് 900. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു 150 രൂപ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ ഉണ്ട്. അത് നമുക്ക് ഈ ഇൻട്രസ്റ്റിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കാണിക്കാം. അത് ഞാനത് ആദ്യം വിട്ടുപോയി. അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ട് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് തന്നിട്ടുണ്ട് 150. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് എഴുതിയാൽ മതി. 480ഉം 150ഉം. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ എടുത്തപ്പോ 450 എടുത്തുല്ലോ. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ തന്നിട്ടുണ്ട് 150 രൂപ. അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിനാണ് ഈ ഇൻട്രസ്റ്റ് ഇത്ര അവർ കൊടുത്തേക്കണത്. അതിന് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇതെല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റം ആണ്. ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റിന് ഔട്ട്സ്റ്റാൻഡിങ് 150 രൂപയുണ്ട്. അത് നമ്മൾ കൂട്ടിയിട്ട് വേണം ഇവിടേക്ക് എഴുതാനായിട്ട്. ഇനി നമുക്ക് ഇൻഷുറൻസ് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇൻഷുറൻസിന് പ്രീപെയ്ഡ് ഉണ്ട് കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ് നോക്കാൻ മറക്കരുത്. ഞാനിപ്പോ അത് വിട്ടുപോയി. നമുക്കത് മറക്കാതിരിക്കാൻ നമുക്ക് ഓരോ ഐറ്റം എടുക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സിഗ്നൽ ഒരു ചിഹ്നം എന്തെങ്കിലും കൊടുത്താൽ മതി. ഇവിടെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് 300 ഉണ്ട്. അത് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടേക്ക് എഴുതി എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കുള്ള ഇൻഷുറൻസ് അവർ ഈ കൊല്ലം കൊടുത്തേക്കാണ്. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമുക്ക് തന്നാൽ അത് നമ്മൾ മൈനസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഷുറൻസ് നമ്മൾ മൈനസ് ചെയ്തു. ലെസ് പ്രീപെയ്ഡ് എന്ന് എഴുതിക്കൊണ്ട് വേണം മൈനസ് ചെയ്യാനായിട്ട്. അതവിടെ നമ്മൾ എഴുതി. ഇനി ഇപ്പൊ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് എടുത്തു, ഇതെടുത്തു, ഇത് മൂന്നും നമ്മൾ എടുത്തു. ഇനി ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവാണ്. നമ്മൾ ഡിപ്രീസിയേഷന്റെ ക്ലാസ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ഡിപ്രീസിയേഷൻ നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ അതാത് അസറ്റ് ചെയ്യുന്നത് കുറച്ച് കാണിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഡിപ്രീസിയേഷൻ നമുക്ക് തന്നിരിക്കുന്നത് മെഷീനറിക്കും ഫർണിച്ചറിനും 10% പറഞ്ഞിരിക്കുന്നത്. അപ്പോ മെഷീനറി ഇവിടെ ഉണ്ട്. മെഷീനറിയുടെ എമൗണ്ട് 10,000 ആണ്. 10,000ന്റെ 10%. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് എഴുതിയിട്ട് മെഷീനറി 10,000ന്റെ 10% എന്ന് പറയുമ്പോ 1000 കേട്ടോ. മെഷീനറിയുടെ എമൗണ്ട് നമുക്ക് തന്നേക്കണത് 10,000 ആണ്. ഈ 10,000ന്റെ 10% എന്ന് പറഞ്ഞാൽ 10% കാണണമെങ്കിൽ ഒരു സ്ഥാനം അങ്ങോട്ട് മാറ്റിയാൽ മതി, 1000. ഇനി ഫർണിച്ചറിനും 10% പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫർണിച്ചറിന്റെ 10% എന്ന് പറയുമ്പോൾ 90 കിട്ടും. ഫർണിച്ചറിനും ഡിപ്രീസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 900ന്റെ 10% എന്ന് പറയുമ്പോൾ 90 കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാൻ നമുക്കുള്ളത്.
ഇനി നമുക്കത് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ ബാലൻസ് ഷീറ്റ് എഴുതുന്നതിനേക്കാളും മുമ്പ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് എപ്പോഴും ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വരണമെന്നില്ല കേട്ടോ. ഈ സൈഡ് ഇപ്പൊ നമുക്ക് 91.25 കിട്ടിയേക്കണത്. ഇനി ഡെബിറ്റ് സൈഡ് നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഡെബിറ്റ് സൈഡില് ഒരു 1300, ഞാനിത് സെപ്പറേറ്റ് കൂടെ കൂട്ടി നോക്കാം, അല്ലെങ്കിലേ ചിലപ്പോ ഇനി തെറ്റിക്കഴിഞ്ഞാൽ 1300, 650, 620, 2000, 630 കൂടി കൂട്ടി ഞാൻ ഒരുമിച്ച് എഴുതാണ്. 2630, 7 6 13, 2300. ഞാനിത് എളുപ്പത്തിന് ഇങ്ങനെ ഒരുമിച്ച് എഴുതിയേക്കൊണ്ടാണ്. മക്കൾ ചെയ്യുമ്പോൾ മര്യാദയൊക്കെ ചെയ്തു. 1 3 12 2 14 5 17 7 ഇഷ്ടം 1 4 6 4 10 16 16 19 6 25 5 ഇഷ്ടം 2 2 4 2 6 7 ഇത്രയും കിട്ടും. ഇനി നമ്മളത് 91.25 നമുക്ക് ക്രെഡിറ്റിൽ കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ 75 70 നമ്മൾ കുറയ്ക്കണം. അപ്പോൾ 5 ഇവിടെ 7 5 12 കൂടെ 5 വന്നേക്കണത്. 2 7 5 12 ഇഷ്ടം 1 6 5 11 ഇഷ്ടം 1 15. അന്നൊരു കൂട്ടി നോക്കട്ടെ കേട്ടോ. 1 12 12 12 5 17 14 14 19 30. അതായത് 15.35 കിട്ടും കേട്ടോ. അതായത് നമ്മൾ എഴുതുമ്പോഴേ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് കണ്ടിട്ട് നമ്മൾ എഴുതുമ്പോ നെറ്റ് പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. നമ്മൾ എഴുതുമ്പോ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ എന്ന് എഴുതണം. ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അടുത്തത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് നമ്മൾ തുടങ്ങണത് ക്യാപിറ്റൽ വച്ചാണ്. ബാലൻസ് ഷീറ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ വെച്ചാണ്. ക്യാപിറ്റൽ നമുക്ക് തന്നേക്കണത് 15,000. ഈ ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ എപ്പോഴും നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ആഡ് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് അവിടെ കിട്ടിയിരുന്നു. എത്രയായിരുന്നു? 15.35 നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ നമ്മളത് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ക്യാപിറ്റലിന്റെ കൂടെ നമ്മളിത് ആഡ് ചെയ്തപ്പോ നമുക്ക് 16,535 എന്ന് കിട്ടി. ഇനി ഡ്രോയിങ്സ് നമ്മൾ അതിൽ നിന്ന് മറക്കരുത്, മൈനസ് ചെയ്യണം. ലെസ് ഡ്രോയിങ്സ്. അപ്പൊ ഓർത്ത് വെക്കാം, ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് കൂട്ടിയിട്ട് ഡ്രോയിങ്സ് മൈനസ് ചെയ്യണം. ക്യാപിറ്റൽ കുറയല്ലേ വിഡ്രോ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ആ ഡ്രോയിങ്സ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 14,535 എന്ന് കിട്ടും. ഇനി നമുക്ക് എടുക്കാത്ത ഐറ്റംസ് ഒക്കെ നമുക്ക് എടുത്തു പോണം. ബാങ്ക് ലോൺ ഉണ്ട്. അപ്പൊ നമ്മള് ബാങ്ക് ലോൺ മോളിൽ നിന്ന് നോക്കി പോകാമേ. ബാങ്ക് ലോൺ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഏറ്റവും താഴെയായിട്ട് കിടക്കുന്നേ. ഞാനിപ്പോ ഇവിടെ സ്ഥലം തികയാത്തോണ്ട് അങ്ങനെ എഴുതിയതാണ്. ഞാനിപ്പോ അവിടെ നിന്ന് മുതൽ നോക്കി വരാണ്. ബാങ്ക് ലോൺ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി നമ്മൾ ഇവിടെ ലയബിലിറ്റി കോളത്തിൽ കൊടുക്കും 4,500. പിന്നെ ക്യാഷ് ആണ്. ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ അസറ്റ് സൈഡിൽ എഴുതും 575. പിന്നെ വരുന്നത് പർച്ചേസ്, സ്റ്റോക്ക്, സെയിൽസ്, ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് പലർക്കും കൊടുക്കാനുള്ളതാണ്, അത് ബാധ്യതയാണ്. അപ്പൊ നമ്മള് ലയബിലിറ്റി സൈഡിൽ വേണം ക്രെഡിറ്റേഴ്സ് എഴുതാൻ. പിന്നെ വരുന്നത് റെന്റ്, ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ എഴുതി. ഫർണിച്ചർ. ഫർണിച്ചർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫർണിച്ചറിന്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് നമുക്കതിന് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു 90 രൂപ നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ
മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടേക്ക് എഴുതാനായിട്ട്. അപ്പൊ 810 കിട്ടും. പിന്നെ അടുത്തത് മെഷീനറിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. മെഷീനറിയുടെ 10,000 ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. 1000 രൂപ കുറച്ചിട്ട് വേണം ഇവിടേക്ക് എഴുതാൻ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഡിപ്രീസിയേഷൻ തന്നാൽ എന്ത് ചെയ്യണം? നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്ന സംഭവം 2 സ്ഥലത്ത് എടുക്കണമല്ലോ. അപ്പൊ ഡിപ്രീസിയേഷൻ എപ്പോഴും നമ്മൾ അതാത് അസറ്റിൽ നിന്ന് കുറയ്ക്കണം. ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ച എമൗണ്ട് ഇവിടെ കുറച്ചു. മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ കുറച്ച് കാണിച്ചു. ഇനി അടുത്തത് നമ്മൾ എടുക്കാനുള്ള ഐറ്റം ഡെപ്റ്റേഴ്സിന് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡെപ്റ്റേഴ്സ് അസറ്റ് കിട്ടാനുള്ളത്, ബിസിനസ് പലർക്കും കടമായിട്ട് വിറ്റിട്ട് അവരിൽ നിന്നും കിട്ടാനുള്ളതാണ് ഡെപ്റ്റേഴ്സ്. അതുകൊണ്ട് ഡെപ്റ്റേഴ്സ് നമ്മൾ അസറ്റ് സൈഡിൽ എഴുതും. പിന്നെ ഇവിടെ വരുന്നതൊക്കെ നമ്മൾ എഴുതി. ഇൻട്രസ്റ്റ്, ക്യാരേജ്, ഇത്രയും. അപ്പൊ ട്രയൽ ബാലൻസ് എന്നുള്ള ഐറ്റം നമ്മൾ ഇപ്പൊ എല്ലാം എഴുതി, ഒന്നും വിട്ടുപോയിട്ടില്ല. ക്യാപിറ്റൽ നമ്മൾ എഴുതി, ക്രെഡിറ്റേഴ്സ് നമ്മൾ എഴുതി, ഫർണിച്ചർ മെഷീനറി എഴുതി, ഡെപ്റ്റേഴ്സ് എഴുതി. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകണം. അഡ്ജസ്റ്റ്മെന്റിൽ ആദ്യം നമുക്ക് തന്നേക്കണ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞിരുന്നു ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും എഴുതണം, 2 സ്ഥലത്ത് വരണം. അഡ്ജസ്റ്റ്മെന്റിൽ എന്ത് തന്നാലും ആ എമൗണ്ട്, അഡ്ജസ്റ്റ്മെന്റിൽ ഏത് എമൗണ്ട് തന്നാലും അത് 2 സ്ഥലത്ത് വരണം. പിന്നെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് 300, അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മൈനസ് ചെയ്തു. ഇവിടെ നമ്മൾ അത് അസറ്റ് സൈഡിൽ എഴുതണം. കാരണം പ്രീപെയ്ഡ് എക്സ്പെൻസസ് അസറ്റ് ആണ്. അപ്പൊ അത് ഇവിടെ നമ്മൾ എഴുതും പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ആ എമൗണ്ട്, ഈ അഡ്ജസ്റ്റ്മെന്റ് തന്നേക്കുന്ന എമൗണ്ട് ആണ്. പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഇൻഷുറൻസിന്റെ പ്രീപെയ്ഡ് കുറച്ചിട്ട് ഔട്ടർ കോളത്തിൽ നമ്മൾ എഴുതിയില്ല P&L അക്കൗണ്ടിൽ, ആ എമൗണ്ട് ഒക്കെ എടുത്ത് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നത് എപ്പോഴും ഓർത്ത് വെക്കാം, അഡ്ജസ്റ്റ്മെന്റിൽ എമൗണ്ട് ആണ് നമ്മൾ 2 സ്ഥലത്ത് എടുക്കാവൂ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് തന്നേക്കുന്നത് 300 ആണ്. ഇനി അതുപോലെ തന്നെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റം ഒരു 3 കൂട്ടമുണ്ട്. എല്ലാം എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. മക്കളെ, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അത് ലയബിലിറ്റി ആണ്, കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ അതെല്ലാം ഇവിടെ എഴുതണം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഇതെല്ലാം ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കൊടുക്കും. ഔട്ട്സ്റ്റാൻഡിങ് ചുരുക്കി എഴുതാട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് 300. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ബാങ്ക് ലോണിന്റെ കൂടെ കൂട്ടി കാണിക്കാം. ഇൻട്രസ്റ്റ് 150. ബാങ്ക് ലോണിന്റെ കൂടെ വേണമെങ്കിൽ കൂട്ടി കാണിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് എഴുതാം. ഇതിപ്പോ ഒരുമിച്ച് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് തന്നേക്കല്ലേ, അപ്പൊ നമ്മള് ഇതുപോലെ എഴുതാണ് ഭംഗി. ഇനി നമുക്ക് തന്നേക്കണത് ഡിപ്രീസിയേഷൻ ആയിരുന്നു. അത് നമ്മൾ എല്ലാ അസറ്റിൽ നിന്നും നമ്മൾ കുറച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ എഴുതി. ഇനി നമ്മൾ 2 സൈഡും നിങ്ങൾ കൂട്ടി നോക്കാം. 2 സൈഡും കൂട്ടി നോക്കുമ്പോ നിങ്ങൾക്ക് 2 സൈഡിലും ഒരേ എമൗണ്ട് ആണ് കിട്ടുള്ളൂ. എമൗണ്ടിന്റെ ആൻസർ ടെക്സ്റ്റിനുണ്ട് 27,685 ആണ്. അപ്പൊ 2 സൈഡും കൂട്ടി നോക്കുമ്പോ 2 സൈഡിലും ഒരേ എമൗണ്ട് കിട്ടും. കണക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ ഐറ്റം എടുത്തത് ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ കമന്റിൽ കാണിച്ചോളൂ, ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അപ്പൊ ട്രയൽ ബാലൻസിൽ ഈ ഫൈനൽ അക്കൗണ്ടിന്റെ ഞാൻ പറഞ്ഞിരുന്നു ഒരു 6 or 7 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. അപ്പോൾ അടുത്ത ആ ചെയ്യുന്ന കണക്കില് മറ്റു പുതിയ വേറെ അഡ്ജസ്റ്റ്മെന്റുകളാണ് വരുന്നത്. 16 അഡ്ജസ്റ്റ്മെന്റില് ഇപ്പൊ നമുക്കൊരു 4-5 അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വന്നിട്ടുണ്ട്. ബാക്കി അഡ്ജസ്റ്റ്മെന്റ് നെക്സ്റ്റ് പ്രോബ്ലം ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ.